എറണാകുളം കണ്ണമാലിയിൽ കടൽക്ഷോഭം രൂക്ഷമായ പ്രദേശത്തേക്ക് അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് നാട്ടുകാരുടെ പരാതി. വീടുകൾക്ക് പുറകിൽ നാട്ടുകാർ സ്വന്തമായി മണൽച്ചാക്കുകൾ നിരത്തി പലതവണ പരാതിപ്പെട്ടു. അധികൃതർ എന്നിട്ടും തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. അൻമരിയ സണ്ണി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ചെല്ലാനത്തുകാർക്ക് എല്ലാ കാലത്തും ഇതുപോലെയാണ്. ഇനിയിപ്പോൾ മഴ കനത്തു, കടൽക്ഷോഭം രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ്. അവർ അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കൂടുതൽ വിവരങ്ങൾ നമ്മൾ ആരോടെങ്കിലും അധികൃതരോട് ഇതിനെക്കുറിച്ച് ചോദിച്ചിരുന്നോ? സ്വയം ഇതൊക്കെ ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ്. സ്വയം ഇത്തരമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മിത ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കുറച്ച് കഷ്ടമാണ്. പക്ഷേ ഒരു നിവൃത്തിയുമില്ലാതെയാണ് ആ നാട്ടുകാർ സ്വയം തൻ്റെ വീടുകളും അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിലുള്ളവരെയും സംരക്ഷിക്കുക. അതിനു വേണ്ടിയിട്ട് അവർ സ്വന്തമായിട്ട് മണൽ ചാക്കുകൾ നിരത്തിക്കൊണ്ട് ഈ രീതിയിലൊരു സംരക്ഷണ ഭിത്തി പോലെ ഒരു താൽക്കാലിക സംരക്ഷണ ഭിത്തി അവർ നിർമ്മിക്കുന്നത്. പക്ഷേ ആ താൽക്കാലികമായിട്ടൊരു സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമല്ല. കാരണം ഈ കുറച്ച് ദിവസങ്ങളായിട്ട് കടൽക്ഷോഭം വളരെ രൂക്ഷമാണ്. ഈ കണ്ണമാലി 7ാം വാർഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ പുറത്തുവിട്ടിരിക്കുന്നത്. അവിടെ കടൽക്ഷോഭം വളരെ തരത്തിൽ രൂക്ഷമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ നമ്മൾ അവിടെ പോയിട്ടുമുണ്ട്. നമ്മൾ ആ ദൃശ്യങ്ങൾ സഹിതം ആദ്യം നമ്മൾ വ്യക്തമാക്കിയതുമാണ്, പുറത്തുവിട്ടതുമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും യാതൊരു തരത്തിലുള്ള ഒരു തീരുമാനങ്ങളും അധികൃതരുടെ ഭാഗത്തു നിന്നും ലഭിച്ചില്ല. കണ്ണമാലിയിൽ നിന്നുള്ള ഒരു പ്രദേശവാസി നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. ഷാജി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നമസ്കാരം ഷാജി. വലിയ പ്രശ്നത്തിലാണ് നിങ്ങളിപ്പോ. ആരോടൊക്കെ പരാതിപ്പെട്ടു? നമ്മൾ പലപ്പോഴും കാണാറുണ്ടല്ലോ അവിടെ ചില നേതാക്കളൊക്കെ തന്നെ രാഷ്ട്രീയ ഇതൊന്നും നോക്കാതെ തന്നെ അവിടെ വന്ന് ഇത്തരം കാര്യങ്ങൾ നേരത്തെ തന്നെ റെഡിയാക്കി തരുന്നതൊക്കെ കാണാറുണ്ട്. ഇത്തവണ അങ്ങോട്ടേക്ക് ആരും എത്തിയില്ലെന്നാണോ? ഒരാളും എത്തിയിട്ടില്ല. ഇപ്പൊ ഇവിടെ നിന്ന് കടലിൽ കയറാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 4 ദിവസമായി. ഓക്കെ, അപ്പോ ഇതുവരെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഇപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പൊ അവിടെ മണൽച്ചാക്ക് നിരത്തിയാൽ തൽക്കാലം ഒരു പരിഹാരം എന്നുള്ള രീതിയിലാണോ? മണൽച്ചാക്ക് നിരത്തിയെന്ന തൽക്കാലമായിട്ട് നമുക്ക് അത് ജിയോ ബാഗ് തന്നെ വേണം. ജിയോ ബാഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് താൽക്കാലികമായിട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞ 15-ാം തീയതി 14-ാം തീയതി ഞങ്ങൾ കളക്ടറുടെ അടുത്ത് പോയിട്ടുണ്ടായി. അപ്പൊ കളക്ടർ എന്ത് പറഞ്ഞു? കളക്ടർ പറഞ്ഞ് 15-ാം തീയതി ജിയോ ബാഗ് 15-ാം തീയതി 3 തീയതി നമുക്ക് താൽക്കാലികമായിട്ട് ജിയോ ബാഗ് നമുക്ക് ഇവിടെ തീരപ്രദേശത്ത് താൽക്കാലികമായിട്ട് വെക്കാം. അപ്പൊ നമുക്ക് കടലിന് ഒരു പരിഹാരം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അത് വളരെ നല്ല കാര്യമാണെന്ന് പറഞ്ഞു. അതും പറഞ്ഞ് ഞങ്ങൾ പോകുന്നതാണ്. ഞങ്ങൾ പോന്നിട്ട് ഇപ്പൊ വരക്കും അതിനെ കുറിച്ച് ഒരു നടപടി ഇന്ന് വരക്കും ഉണ്ടായിട്ടില്ല. എന്റെ വീട് കല്ലിന്റെ കടല്, എന്റെ പുറകെ കടലാണ്. എന്റെ വീടിന്റെ പുറകെ കടലാണ്. എന്നിട്ട് ഇപ്പൊ വരക്കും അന്നത് ചെയ്തെങ്കിൽ ഇത്രയും വരിയിലായിരുന്നു. ഇപ്പൊ 4 ദിവസമായിട്ട് ഇത്രയും കടല് കയറിയിട്ട് ഒരു രാഷ്ട്രീയക്കാരെ ഒരു പാർട്ടിക്കാരൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാനപ്പോ എനിക്ക് 24-ന്റെ ചാനലുണ്ടായി, മനോരമയുടെ ചാനൽ നമ്മുടെ സുഹൃത്ത് വായിച്ചാകും നമ്മുടെ സുഹൃത്താണ്. ഞാൻ ഇവരെയൊക്കെ വിളിച്ച് ഞാനൊക്കെ ഇതെല്ലാം വീഡിയോ ചെയ്ത് വിട്ട്. ഇന്ന് വെളുപ്പിന് ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഇന്ന് രാവിലെ ഞാൻ വെളുപ്പിന് 5:30 മണിക്ക് എണീറ്റപ്പോ എന്റെ വീടിന്റെ പുറകില് കല്ലും എല്ലാം ഇടിഞ്ഞു വിളിഞ്ഞ് കുറച്ച് വാട ഉണ്ടായി. അതെല്ലാം പോയി കിടക്കുകയാണ്. അപ്പൊ ഞാനപ്പോ ഫോൺ ചെയ്ത് എന്റെ അളിയന്മാരെയും സുഹൃത്തുക്കളൊക്കെ വിളിച്ചിട്ട് ആണ് കുറച്ച് ചാക്ക് എന്റെ വീട്ടിലുണ്ടായിരുന്നു. അത് വെച്ച് ഞാനിപ്പോ താൽക്കാലികത അടച്ചിട്ടുണ്ട്. ശരി, ഏതായാലും ഷാജി പെട്ടെന്ന് തന്നെ അധികൃതരുടെ ഒരു ഇടപെടൽ നമ്മുടെ ഈ റിപ്പോർട്ടിലൂടെ തന്നെ ഈ അധികൃതരുടെ മുന്നിലേക്ക് തന്നെ നമ്മൾ ഈ വിവരം വയ്ക്കുകയാണ്. പെട്ടെന്ന് തന്നെ പരിഹാരമാകട്ടെ. നന്ദി ശ്രീ ഷാജി, നമ്മളോട് ഈ സമയത്ത് ഇത്തരം പ്രശ്നങ്ങൾ നമ്മളോട് പറഞ്ഞതിനും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതുമാണ്. അൻമരിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്.